ദേശീയവാദ ഗെയിലെ വിഴിഞ്ഞം കൊച്ചി ഹൈപ്പവർ ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. അതെല്ലാം സാധ്യമായി, ഞാൻ അംഗീകരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ അരുണേ? ഈ അസാധ്യമാണെന്ന് കരുതിയിലെല്ലാം സാധ്യമാക്കി എന്ന് പറയുമ്പോൾ അരുൺ അങ്ങ് ചോദിക്കേണ്ട ചോദ്യം, ആരായിരുന്നു ഇതിനെല്ലാം തടസ്സം? ആരായിരുന്നു ഇതിനെല്ലാം അസാധ്യമാക്കിയത്? അസാധ്യമാക്കിയത് CPM ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ക്രിയേറ്റീവ് പ്രതിപക്ഷമാണ്, ക്രിയാത്മക പ്രതിപക്ഷമാണ്. ഏതെങ്കിലും ഒരു വികസന പദ്ധതി കണ്ടാൽ ഉടനെ ചുമപ്പൻ കൊടിയും എടുത്തുകൊണ്ട് ഈ തെരുവുനായ വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്തു ചാടുന്നത് പോലെ ഞങ്ങൾ എടുത്തു ചാടുന്നില്ല. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ജനം കേട്ടല്ലോ. വികസന പ്രവർത്തനമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അത് നടക്കാൻ കാരണം ഈ സമയത്ത് അതിനെതിരെ പ്രതിഷേധിക്കാൻ ഞങ്ങൾ UDF തയ്യാറായില്ല എന്നതുകൊണ്ടാണ്. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, മിസ്റ്റർ പിണറായി വിജയ, താങ്കൾ ഈ ദേശീയപാത കമ്മീഷൻ ചെയ്ത പണി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട എന്ന് പ്രസംഗിച്ച നേതാവിന്റെ പേര് ശ്രീ VD സതീശനും അതുപോലെ K മുരളീധരനുമാണ്. തീരദേശ ഹൈവേ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് ശ്രീ VD സതീശൻ എന്നാണ്. മലയോര ഹൈവേ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ നേതാവ് VD സതീശനാണ്. തുരങ്കപാത ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് ശ്രീ VD സതീശൻ എന്നാണ്. അതുപോലെ വിഴിഞ്ഞം കപ്പൽ പോയിട്ട് ഒരു ബോട്ട് പോലും അവിടെ അടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് ശ്രീ VD സതീശൻ, അതുപോലെ K സുധാകരൻ, ശ്രീ K മുരളീധരൻ എന്നാണ്. അവിടെ ഒരു ക്രെയിൻ വരുമ്പോഴേക്കും ഉദ്ഘാടന മാമാങ്കം നടത്താൻ നാണമില്ലേ, അതുകൊണ്ട് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് ശ്രീ VD സതീശൻ എന്നാണ്. അതുപോലെ ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി പിരിച്ചുവിടുമെന്ന് പറഞ്ഞത് UDFന്റെ അന്നത്തെ കൺവീനർ MM ഹസനാണ്. ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞത് ഇതേ കൺവീനർ MM ഹസനാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അതുപോലെ ആദ്രം പദ്ധതി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് ഇതേ UDFന്റെ കൺവീനർ തന്നെയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്ന് പറഞ്ഞത് UDF കൺവീനറാണ്. പ്രകടന പത്രികയിൽ പലതും പറയും എന്ന് വെച്ചിട്ട് പെൻഷൻ വർദ്ധിപ്പിക്കാമോ എന്ന് ചോദിച്ചത് ഇപ്പോഴത്തെ UDFന്റെ കൺവീനർ അടൂർ പ്രകാശാണ്. അതുപോലെ തന്നെ പാഠപുസ്തകം നേരത്തെ സ്കൂളിൽ എത്തിക്കണോ, ഇതൊക്കെ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞത് സാക്ഷാൽ രമേശ് ചെന്നിത്തലയാണ്. അതുപോലെ ഇവിടെ വിഴിഞ്ഞ ലൈഫ് പദ്ധതിക്കെതിരെ ഹൈക്കോടതിയിൽ പോയി അടി മേടിച്ചു. അതുപോലെ തന്നെ ഇവിടെ ജലമെട്രോയ്ക്കെതിരെ ഹൈക്കോടതിയിൽ പോയി തിരിച്ചടി മേടിച്ചു. അതുപോലെ തന്നെ AI ക്യാമറയ്ക്കെതിരെ ഹൈക്കോടതിയിൽ പോയി തിരിച്ചടി മേടിച്ചു. ജലമെട്രോയ്ക്കെതിരെ വീണ്ടും പോയി, അതും തിരിച്ചടി മേടിച്ചു. ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് മുഖത്തു നോക്കി കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞത് ഇതേ പ്രതിപക്ഷ നേതാവിനോടാണ്. രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന അഫിഡവിറ്റ് തരണമെന്ന് പറഞ്ഞത് സാക്ഷാൽ VD സതീശനോട് കേരള ഹൈക്കോടതിയാണ്. സ്പ്രിംഗർക്കെതിരെ ആ പദ്ധതിക്കെതിരെ ഹൈക്കോടതിയിൽ പോയി തിരിച്ചടി വാങ്ങിച്ചത് ഇതേ VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. ഇപ്പോൾ ഡേറ്റ ചോർന്നു എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് മാത്രമേ, സൽഭരണമുള്ള ഗവൺമെന്റിന് മാത്രമേ മുഖ്യമന്ത്രിക്ക് സന്ദേശം അയച്ച് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാൻ കഴിയൂ എന്ന വിധി ഞങ്ങൾക്ക് മേടിച്ചു തന്ന് സർട്ടിഫിക്കറ്റ് തന്നത് രമേശ് ചെന്നിത്തലയാണ്. അതുപോലെ നവകേരള സർവേക്കെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇതേ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഗുഡ് ഗവേണൻസ് ഉണ്ട് കേരളത്തിൽ, അതുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റിന് ധൈര്യമായി ജനങ്ങളെ അപ്രോച്ച് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ അധികാരം ധൈര്യമുള്ളത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മറ്റൊരു ഗുഡ് ഗവേണൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ചു തന്നത് ഇതേ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തന്നെയാണ്. ഇപ്പൊ ഏറ്റവും അവസാനം നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച കൂടി ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി മേടിച്ചത് നമ്മൾ കണ്ടു, ലോകായുക്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം. അങ്ങനെ ഈ 10 കൊല്ലം വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നവർ, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നവർ, പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് തടസ്സം നിന്നവർ, ആ തടസ്സം നിന്നവർ വന്നിട്ട് പറയുക ഈ 10 വർഷം ഞങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് വികസനം ഉണ്ടായി, വികസനത്തെ ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന്. എന്നാൽ BJPയുടെ നേതാവ് എന്താ പറഞ്ഞേ? ഈ പ്രളയകാലത്ത് പോലും ഈ കേരളത്തിൽ ഹെലികോപ്റ്റർ വന്ന പാവപ്പെട്ട സ്ത്രീകളടക്കമുള്ളവരെ എയർലിഫ്റ്റിംഗ് നടത്തി ഗർഭിണികളെ വരെ രക്ഷിച്ചു പോയപ്പോ അതിന് പണം ചോദിച്ചതാ ഈ BJP പ്രതിനിധിയുടെ BJP നമുക്കറിയാം. അതുപോലെ തന്നെ റേഷൻ കടയിലുള്ള അരിയും ഗോതമ്പും നശിച്ചു. ആ സമയത്ത് എക്സ്ട്രാ റേഷൻ തന്നതിന് 125 കോടി രൂപ ചോദിച്ചതാ ഈ TP ജയചന്ദ്രൻ സാറിന്റെ പാർട്ടി. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കോവിഡ് ചൂരൽമല മുണ്ടക്കൈ കാലത്ത് ഇന്ന് വന്നല്ലോ പ്രധാനമന്ത്രി, കുട്ടിയെ എടുത്ത് ഉമ്മ വെച്ച് റീൽ നിർമ്മിച്ചു. പണത്തിന്റെ കുറവ് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോയതാ. എന്നിട്ട് എന്ത് ചെയ്യേ, നയാ പൈസ തന്നോ? ഹൈക്കോടതി ചോദിച്ചില്ലേ ആ ദുരന്തത്തിൽപ്പെട്ടവരുടെ കടമെങ്കിലും ഒന്ന് എഴുതി തള്ളെന്ന് പറഞ്ഞപ്പോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷൻ 13 ഡിലീറ്റ് ചെയ്തിട്ട് പറഞ്ഞു വകുപ്പ് ഞങ്ങൾ എടുത്തു കളഞ്ഞു, പൈസ ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. പണ്ട് നേരത്തെ കമ്മിറ്റ് ചെയ്ത പണമല്ലാതെ ഈ ചൂരൽമല മുണ്ടക്കൈയുടെ പേരിൽ നിങ്ങൾ എത്ര രൂപ തന്നു? ഇപ്പോൾ അവിടെ കൃത്യമായി 410 പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക LDF ഗവൺമെന്റ്, 178 പേർക്ക് കൈമാറി, 232 പേരുടെ വീട് കൈമാറാൻ പോകുക. കോൺഗ്രസിന്റെ പ്രതിനിധി ചർച്ചയിൽ വന്നിരിക്കണ്ടല്ലോ, ചോദിച്ചോട്ടെ, 54 കോടി രൂപ പിരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആപ്പിന്റെ ചിത്രവും വെച്ച് നിങ്ങൾ കോൺഗ്രസുകാർ പോസ്റ്റ് ചെയ്ത പോസ്റ്റ് സോഷ്യൽ മീഡിയയിലുണ്ട്. ഇന്ന് പറയുക പണമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, സ്ഥലം വാങ്ങിച്ചു തീർന്നു, ആപ്പ് നിർമ്മിച്ച് ലക്ഷങ്ങൾ കൊടുത്തു, സ്ഥലം വാങ്ങിച്ചു തീർന്നു. ഈ കോൺഗ്രസ് ഞാൻ ചോദിക്കട്ടെ, DYFI കൂലിപ്പണി എടുത്ത് തടി ചുവന്ന് പാത്രം കഴുകി തട്ടുകട നടത്തി 20.5 കോടി രൂപ കൊടുത്തു, വീട് പണിയാൻ പണമില്ലെന്ന് പറയുന്നു. പിന്നെ എന്തിനാ രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് ആ കല്ലിട്ടത്? വീട് പണിയാൻ നയാ പൈസ ഇല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് 50ഓളം പട്ടിണി പാവങ്ങൾ, വീട് നഷ്ടപ്പെട്ട ദുരന്തത്തിൽപ്പെട്ടവർ കോൺഗ്രസ് ഞങ്ങൾക്ക് വീട് വെച്ചു തരും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപയും വാങ്ങിച്ച് നിങ്ങളുടെ വീട് പ്രതീക്ഷിച്ചിരിക്കുന്ന സാധാരണക്കാരുണ്ട് അവിടെ.
ഒരു രൂപ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന ഒരു കല്ലിട്ട് മാമാങ്കം നടത്തിയത്? ആ കല്ലിപ്പോ ഒരു വലിയ ചെമ്പ് പാത്രം വെച്ച് കമത്തി വെക്കണം, അല്ലെങ്കിൽ പക്ഷിമൃഗാദികൾ അതിൽ വന്ന് കാഷ്ടിക്കും. ആ കല്ല് പിന്നെ കാണാൻ പറ്റാത്ത തരത്തിലേക്ക് മാറും. ആ തരത്തിലേക്ക് മാറിയില്ലേ? ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. ഒരു വീട് പോലും പണിത് കൊടുക്കാൻ പറ്റാത്ത കോടികൾ ആപ്പ് വെച്ച് പിരിച്ചവർ എങ്ങനെ സ്ത്രീകൾക്ക് KSRTC സൗജന്യമാക്കും? എങ്ങനെ പെൻഷൻ 3000 ആക്കി മാറ്റും? എങ്ങനെ സ്ത്രീകളുടെ പഠനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഫർ കൊടുക്കും? ഏതെങ്കിലും ഒരു കാര്യം നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ആരാണ് ഈ നാട്ടിൽ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ച് അവരോടൊപ്പം നിൽക്കുന്നത്. പ്രളയമായാലും കോവിഡ് ആയാലും അതുപോലെ തന്നെ ദുരന്തമായാലും ഏത് പ്രശ്നത്തിന്റെ സമയത്തും ജനങ്ങളോടൊപ്പം നിന്ന് നാടിനെ പുനർനിർമ്മിക്കാൻ പറഞ്ഞ വാക്ക് ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചു കാണിക്കുന്ന മുന്നണി ഏത്? BJP കൂട്ടെ പറഞ്ഞു പറ്റിച്ച് ചതിക്കുന്ന മുന്നണി ഏത്? ഞാനത് ചോദിക്കട്ടെ. ഈ കേരളത്തിൽ നിങ്ങൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 28 സംസ്ഥാനങ്ങളിൽ 27 ഒറ്റ മിനിറ്റ് മതി 5580 കോടി രൂപ ഈ കേരളത്തിൽ നിന്ന് മുടക്കേണ്ടി വന്നു. നിങ്ങൾ BJP ആ പണം തിരിച്ചു തരുമോ? അവിടെ വിഴിഞ്ഞ പദ്ധതിയിൽ നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് കൈപ്പറ്റിയ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പലിശ സഹിതം തിരിച്ചടക്കാനല്ലേ പറഞ്ഞേ? നിങ്ങൾ ആ പണം ഞങ്ങൾക്ക് തിരിച്ചു തരുമോ? അതുപോലെ ഗവർണറെ ഉപയോഗിച്ചും ദേശീയ അന്വേഷണ ഏജൻസി ഉപയോഗിച്ചുകൊണ്ടും ഈ കേരളത്തെ തകർക്കാൻ, പെൻഷൻ കമ്പനികളെ തകർക്കാൻ, കിഫ്ബിയെ തകർക്കാൻ എത്ര ഗൂഢാലോചന നടത്തിയ BJP വന്നിട്ട് പറയുക ഇവിടെ വികസനമില്ല, അതില്ല. സുസ്ഥിര വികസന സൂചികയിലും മാനവ വികസന സൂചികയിലും ഈ കേരളത്തെ ഒന്നാമതായി പ്രഖ്യാപിച്ചു നിങ്ങൾ ദേശീയ ഗവൺമെന്റ്. നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ 20 തവണയാണ് കേരളത്തിന്റെ പേര് പരാമർശിച്ചത്. ഒന്നാമതെന്ന്. എന്നിട്ട് വലിയ പ്രസംഗം. മോഡി ഇന്ത്യ കേരളത്തിൽ വന്നിട്ട് ഈ തവണ സോമാലിയായിട്ട് താരതമ്യപ്പെടുത്താത്തത്, ഈ തവണ എന്താ ശ്രീലങ്കയായിട്ട് താരതമ്യപ്പെടുത്താത്തത്? ഈ തവണ കേരളത്തെ കേരളമാക്കി 0 ചേർത്തു എന്ന് പറഞ്ഞിട്ടാ പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യമുണ്ട് LDF സർക്കാരിന്റെ ഭരണ തുടർച്ചയിലൂടെ ഈ നാട് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് കുതിക്കാൻ പോകുകയാണ്. ഞങ്ങൾ പിരിച്ച മുഴുവൻ പണവും 1 രൂപ പോലും ബാക്കി വെക്കാതെ മുഴുവൻ പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിട്ടിട്ടുണ്ട്. 92 ലക്ഷം ആദ്യം 99,000. ഏത് രേഖ ഹാജരാക്കാം? ആദ്യം നിങ്ങൾ പറ. നിങ്ങളോട് ചോദിച്ചിട്ട് ഇന്ന് വരെ ഒരു വീട് വയ്ക്കാൻ പോലും പണമില്ല എന്ന് പറഞ്ഞ് DYFI പിരിച്ചതിന്റെ 4-1 പോലും പിരിക്കാൻ പറ്റാതെ അല്പത്തരമേ നിന്റെ പേരോ കോൺഗ്രസ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുക. 50 കുടുംബങ്ങളാ നിങ്ങൾ വീട് തരും എന്ന് പറഞ്ഞ് വിശ്വസിച്ചത്. 50 പേർ നിങ്ങൾ വീട് തരുമെന്ന് വിശ്വസിച്ചത്. നോക്കല്ലേ ഈ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിക്ക്, ഇതൊന്ന് സൂം ചെയ്ത് കാണിക്ക്. 54 കോടി രൂപ നിങ്ങൾ പിരിച്ചതായി നിങ്ങളുടെ ആപ്പിലൂടെ പോസ്റ്റ് ചെയ്തതാ. അനൂപ ഇതൊന്ന് കാണിക്കണം. 54 കോടി രൂപ പിരിച്ചതായി നിങ്ങൾ കോൺഗ്രസ് തന്നെ പരസ്യം വെച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ചതാ. ആ 54 കോടിയുടെ സ്ഥാനത്ത് ഇപ്പൊ പറയാ 5 കോടി ഉള്ളൂ എന്ന്. കേരളം കാണണം ഇത്. നിങ്ങളുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് ഈ ഘട്ടത്തിൽ? ഒരു 110 സീറ്റ് എന്നായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. അതേ ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടോ ശ്രീകാരു? അനൂപ്, ഞങ്ങളുടെ ആത്മവിശ്വാസം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത്ര വലിയ സ്വീകാര്യതയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, എക്കോ കേൾക്കുന്നുണ്ട്. അത് പരിഹരിക്കാം, താങ്കൾ പറഞ്ഞോളൂ. യെസ്, ഒരു 10 വർഷം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ വിഷയം ഉയർത്തണമല്ലോ. BJP ആയാലും കോൺഗ്രസ് ആയാലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിഷയവും ഉയർത്താൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആദ്യം ഡീൽ എന്ന് പറഞ്ഞു തുടങ്ങി, പിന്നെ അപ്രധാനമായിട്ടുള്ള പല വിഷയങ്ങളും ഉയർത്തുന്നു എന്നല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏത് രാഷ്ട്രീയ വിഷയമാണ് കോൺഗ്രസും BJPയും ഉയർത്തിയത് എന്ന് ചോദിച്ചാൽ ഒന്നും ഉയർത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ പ്രകടന പത്രികയിൽ 600 കാര്യങ്ങളാണ് 2016 പറഞ്ഞത്. അതിൽ 590 കാര്യങ്ങളും പൂർത്തീകരിച്ച് 5 പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കാൻ LDFന് കഴിഞ്ഞു. 2021 ആയപ്പോൾ അത് 900 കാര്യങ്ങളായിരുന്നു. ആ 900 കാര്യങ്ങളിൽ 874 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ കൃത്യമായിട്ട് ലഭ്യമാണ്. ഇപ്പോഴിതാ 950 കാര്യങ്ങൾ വരുന്ന 5 വർഷത്തേക്ക് പ്രകടന പത്രികയായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. ആ പ്രകടന പത്രിക കേരളത്തെ ഒരു ലോക നിലവാരത്തിനപ്പുറത്തേക്ക് ഉയർത്താൻ പറ്റുന്ന പദ്ധതികൾ തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോ പലരും അതിനെ കളിയാക്കി. എന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനവും പരിശോധനയും എല്ലാം പുറത്തുവിടുകയും കഴിഞ്ഞ നവംബർ മാസം 1 അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോ അന്ന് ബ്രിട്ടനിലെ ടൈംസ് പത്രം എഴുതിയത് അതിദാരിദ്ര്യത്തെ കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് തള്ളിയെറിഞ്ഞ ഒരു സംസ്ഥാനം എന്നാണ് കേരളത്തെക്കുറിച്ച് എഴുതിയത്. ഇപ്പോൾ കേവല ദാരിദ്ര്യം 5 ലക്ഷം പേരെ കൂടി ദാരിദ്ര്യ മേഖലയിൽ നിന്ന് കൈപിടിച്ചുയർത്തുമെന്നും ദാരിദ്ര്യമില്ലാത്ത പട്ടിണിയില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റും എന്നതുൾപ്പെടെയുള്ള പ്രകടന പത്രികയിലെ നിർദ്ദേശങ്ങൾ ജനങ്ങൾ വളരെ സ്വീകാര്യതയോടെ തന്നെയാണ് ഏറ്റുവാങ്ങുന്നത്.
ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ വെറും 600 രൂപയാണ്. 32 ലക്ഷം പേർക്കാണ് ആ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. എത്ര മാസം അത് കുടിശ്ശികയായിരുന്നു എന്നൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലുണ്ട്. ഇപ്പൊ അത് 2000 രൂപയായി 62 ലക്ഷം പേർക്ക് വിതരണം ചെയ്യുന്നു. വീട്ടമ്മമാരുടെ പെൻഷൻ 33.5 ലക്ഷം പേർക്ക് വീട്ടമ്മമാരുടെ പെൻഷൻ. കണക്ട് ടു വർക്ക് യുവജനങ്ങൾക്ക് 5 ലക്ഷം പേരുടെ പെൻഷൻ. ഇപ്പൊ ഈ വിഷു ഈസ്റ്റർ കാലത്ത് 2000 രൂപ വച്ച് വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും എണ്ണി വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ കൈപ്പറ്റുമ്പോൾ ആ വീട്ടിൽ തന്നെ വീട്ടമ്മമാർക്കും പെൻഷൻ കിട്ടുകയാണ്. അതോടെ തന്നെ മകൻ പഠനം പൂർത്തീകരിച്ച് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണെങ്കിൽ അവിടെ 1000 രൂപ പെൻഷൻ. ഒരു വീട്ടിൽ തന്നെ 6000 രൂപ പെൻഷനായിട്ട് എത്തുന്ന സന്തോഷത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ഞങ്ങളോട് വളരെ സന്തോഷത്തോടെ പ്രതികരിക്കുന്നത്. ഈ വികസനത്തിന് തുടർച്ച വേണം, ഈ ക്ഷേമത്തിന് തുടർച്ച വേണം, ഈ പശ്ചാത്തല വികസന രംഗത്തെ ഇടപെടലിന് തുടർച്ച വേണമെന്ന് വളരെ ആത്മാർത്ഥയോടെ അവർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങൾ കേൾക്കുകയാണ്. അതുപോലെ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ ഒരിക്കലും ഈ കേരളത്തിൽ പൂർത്തീകരിക്കില്ല എന്ന് വിചാരിച്ച പദ്ധതികൾ 17 വർഷം മുമ്പ് 2ാം ഘട്ടം പൂർത്തീകരിക്കാൻ പോകുന്നു എന്നെല്ലാം പറയുമ്പോൾ വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ എത്ര ശക്തമായിട്ടുള്ള ഇടപെടലാണ്. 100 വലിയ പാലങ്ങൾ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് ഇപ്പൊ 200-ലധികം പാലങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് PWD വകുപ്പ്, ദേശീയപാത, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ജലമെട്രോ, AI ക്യാമറ, ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കെ-ഫോൺ അടക്കം 55,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയത്, അതുപോലെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ കെട്ടിടങ്ങൾ, പുതിയ വികസന പ്രവർത്തനങ്ങൾ എല്ലാം സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയാണ്. അപ്പൊ പ്രകടന പത്രികയിൽ പലതും പറയും, ഇതിനുള്ള പ്രാധാന്യമുണ്ടോ, ഇതൊക്കെ നടപ്പാക്കാനുള്ളതാണോ എന്ന് ചോദിച്ച BJP നേതാവിന്റെ പ്രസ്താവന പൊതുസമൂഹത്തിലുണ്ട്. അതേപോലെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വെച്ചിട്ട് പെൻഷൻ വർദ്ധിപ്പിക്കാമോ, അതൊക്കെ ശുദ്ധ തോന്നിവാസമല്ലേ, പാഠപുസ്തകം 3 മാസം മുമ്പ് വിതരണം ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാരും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് പ്രകടന പത്രിക എന്നുള്ളത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ളതാണ്, അത് ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായിട്ട് സമർപ്പിക്കാനുള്ളതാണ്. ഇപ്പൊ സുപ്രീം കോടതി തന്നെ പറഞ്ഞില്ലേ, ചീഫ് ജസ്റ്റിസ് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റിന് മാത്രമേ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുവാനും ഭാവി വികസനങ്ങളെ കുറിച്ച് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കാനും കഴിയൂ എന്ന് കൃത്യമായി തന്നെ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. കേരള ഹൈക്കോടതിയും പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി മെസ്സേജ് രൂപത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നത് അത് ഗുഡ് ഗവേണൻസ് ഉള്ള ഒരു സംസ്ഥാനത്തിന് മാത്രമേ കഴിയൂ എന്ന് ഹൈക്കോടതിയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് കരുതുന്ന കാര്യത്തിലുമെല്ലാം കോൺഗ്രസ് നേതാക്കന്മാര് നിരവധി കോടതിയിൽ കയറി ഇറങ്ങി നടത്തിയ മത്സരമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നു. മികച്ച വിജയം കഴിഞ്ഞ തവണ 99 സീറ്റോടെ വിജയിക്കുമ്പോഴും ചില മണ്ഡലങ്ങൾ ചെറിയ വ്യത്യാസത്തിന് നമുക്ക് നഷ്ടപ്പെട്ടു. ആ മണ്ഡലങ്ങൾ കൂടി കൈപ്പിടിയിൽ ഒതുക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഭരണ തുടർച്ച ഉണ്ടാകും. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് തുടർച്ച ഉണ്ടാകും. അതിനുവേണ്ടി ഈ നാട് ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ഓക്കെ, ഇപ്പൊ അങ്ങ് പറഞ്ഞു 2021-ൽ 99 സീറ്റോടെ വിജയിച്ച ആ നേട്ടത്തെ അങ്ങ് പറഞ്ഞു. ഇപ്പോ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പൊ അങ്ങ് തുടക്കത്തിൽ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ എങ്ങനെയാണ് കഴിയുക? പ്രത്യേകിച്ച് ഇപ്പൊ 2021-ലെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അല്ലെങ്കിൽ 2016-ലെ സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞാണ്. സ്വാഭാവികമായി നിങ്ങൾക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് അവിടെ ഉണ്ട് എന്നൊരു തോന്നൽ സ്വാഭാവികമായി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ? ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നിരന്തരമായി പരാജയപ്പെടുന്നു. അതിൽ ആശ്വസിക്കാനുള്ളത് നേരിയ ഒരു വിജയം നേടിയ ഇപ്പൊ ചേലക്കരയിലെ വിജയം മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തിരിച്ചടിയാണ് നേരിട്ടത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാണ്. അപ്പോ ഇതൊന്നും ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമല്ല എന്നാണോ ശ്രീ അരുൺ? ഇപ്പോ മനോരമ തന്നെ താങ്കളുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സർവേ ഉണ്ടല്ലോ ഫെബ്രുവരി മാസത്തിൽ, അതിന്റെ ആദ്യത്തെ ആഴ്ച നടത്തിയ സർവേ, അതിൽ വന്ന റിസൾട്ട്, 2ാമത്തെ ആഴ്ചത്തെ റിസൾട്ട്, 3ാമത്തെ ആഴ്ചത്തെ റിസൾട്ട്, 4ാമത്തെ ആഴ്ച ആയപ്പോഴേക്കും ബഹുദൂരം LDF മുന്നേറിയതായി മലയാള മനോരമ വരെ ഞങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങളത് അവിശ്വസിക്കണോ? ഏതെങ്കിലും ഒരു ചാനൽ സർവേ നടത്തിയിട്ട് ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്, കേവല ഭൂരിപക്ഷത്തിലേക്ക് കേരളം എത്തിയില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടോ? ഞാൻ ഈ സർവേയുടെ പുറകെ പോകുകയല്ല. ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ജനങ്ങളെ നിരവധി തവണ അഭിമുഖീകരിച്ചു. ഇപ്പൊ ഒരു 5 റൗണ്ട് വീടുകയറ്റം കഴിഞ്ഞല്ലോ. പ്രകടന പത്രികയിൽ പറഞ്ഞ ഇന്ന കാര്യം, അത് പശ്ചാത്തല വികസനം ആകട്ടെ, ക്ഷേമ പദ്ധതി ആകട്ടെ, വൻകിട വികസന പ്രവർത്തനം ആകട്ടെ, ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ അത് പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കില്ല. അപ്പൊ പെൻഷൻ 2500 പറഞ്ഞു, 2000 എത്താനാ കഴിഞ്ഞു. പക്ഷെ 600-ൽ നിന്നാണ് 2000 എത്തി മാറിയത്. ആശാ വർക്കേഴ്സ് ഞങ്ങൾ വരുമ്പോൾ 1000 രൂപയായിരുന്നു അതിന്റെ ഇൻസെന്റീവ്, അത് ഞങ്ങൾ 9000 രൂപയാക്കി മാറ്റി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ 600-ൽ നിന്ന് 1000 ആക്കുമെന്നാണ് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞേ. ഞങ്ങൾ അത് 1600 രൂപയാക്കി മാറ്റി. അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞതിനേക്കാൾ 600 രൂപ കൂട്ടി. അത് ഞങ്ങൾക്ക് കഴിയും. കാരണം ഇവിടെ പെൻഷൻ കമ്പനികളുടെ കടമെടുപ്പിനെ എല്ലാം ബാധിക്കുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നിരവധി നിബന്ധനകൾ വച്ചപ്പോഴും കിഫ്ബിയെ തകർക്കാൻ നോക്കുമ്പോഴും ഞങ്ങൾ ഏകദേശം 95,000 കോടി രൂപയുടെ കിഫ്ബി വികസന പ്രവർത്തനവും പെൻഷൻ കമ്പനികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി. ഒരു മാസം 13,000 കോടി രൂപ വേണം പെൻഷൻ കൊടുക്കാൻ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സപ്ലൈകോ അടച്ചുപൂട്ടും, ട്രഷറി അടച്ചുപൂട്ടും, പെൻഷൻ മുടങ്ങും, കേരളം ശ്രീലങ്കയാകും എന്ന് പറഞ്ഞ് UDF-ഉം BJP-യും ചില മാധ്യമങ്ങൾ നടത്തിയ നിരന്തര പ്രചരണത്തിനിടയിലും നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോയില്ലേ? ഇപ്പൊ ട്രഷറി അടച്ചുപൂട്ടിയോ? സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞില്ലേ? പെൻഷൻ ഒരു മാസം പോലും കുടിശ്ശികയില്ലാത്ത, ഒരു ദിവസം പോലും കുടിശ്ശികയില്ലാത്ത സംസ്ഥാനമായിട്ട് മാറിയില്ലേ?
കടം എന്ന് പറഞ്ഞപ്പോ ആദ്യത്തെ 17 സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് തോതെടുത്ത് നോക്കിയാൽ നമ്മളുണ്ടോ? നമ്മൾ അതിനും പറയില്ലല്ലേ? അപ്പോ സമ്പത്ത് 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചില്ലേ? ആളോഹരി വരുമാനം ഇരട്ടിയായില്ലേ? ഈ രംഗത്തെല്ലാം എത്ര മാറ്റമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏത് മേഖലയിലാണ് ഈ ഗവൺമെന്റിന് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പ്രകടന പത്രികയാണ് ജനങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടെങ്കിൽ കുറെ കൂടി ജനങ്ങളെ സ്വാധീനിക്കാവുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ യുഡിഎഫിന്റെയും എൻഡിഎയുടെ ഒക്കെ പ്രകടന പത്രികയിലുള്ളത് എന്ന വാദത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ചോദ്യം ഒന്നോടെ പറയാം. അതായത് പ്രകടന പത്രികയാണ് ജനം മുഖവിലേക്ക് എടുക്കേണ്ടതെങ്കിൽ യുഡിഎഫിന്റെയും എൻഡിഎയുടെയും ഒക്കെ പ്രകടന പത്രിക കുറെ കൂടി ജനങ്ങളെ സ്വാധീനിക്കാൻ, ജനങ്ങൾ ടച്ച് ചെയ്യുന്ന, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് അവർക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളാണ് അതിലുള്ളത് എന്ന വാദത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗജന്യ യാത്ര വനിതകൾക്ക് കൊടുക്കുമെന്നതാണ് കോൺഗ്രസിന്റെ ഒരു മുദ്രാവാക്യം. KSRTC നിർത്തേണ്ട, തനിയെ നിന്നുപോയിക്കൊള്ളും. അതുകൊണ്ട് KSRTC തനിയെ നിൽക്കാൻ പോവുകയാണെന്ന് ആര്യാടൻ മുഹമ്മദ് പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും അങ്ങനെ തന്നെ നിന്നു പോകുമെന്ന് പറഞ്ഞ KSRTC ലാഭത്തിലായി, കൃത്യമായി ശമ്പളവും പെൻഷനും എല്ലാം കൃത്യമായി വിതരണം ചെയ്യുന്ന തരത്തിലേക്ക് മാറി. വനിതകൾക്ക് ഫ്രീ ആയി KSRTC ഓടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് KSRTC മാറി എന്ന് UDF അംഗീകരിച്ചല്ലോ. 5 ലക്ഷം യുവജനങ്ങൾക്ക് കണക്ട് വർക്കിന്റെ ഭാഗമായി 1000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്, 1000 രൂപ സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പറയുന്നു വനിതകൾക്ക് മാത്രം, വിദ്യാർത്ഥിനികൾക്ക് മാത്രം ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന സാഹചര്യം. പെൻഷൻ 18 മാസത്തെ കുടിശ്ശിക വരുത്തി 600 രൂപ പോലും കൊടുക്കാൻ പറ്റാത്തവരാണ് പറയുന്നത് ഞങ്ങൾ 3000 രൂപ കൊടുക്കുമെന്ന്. ഇതൊക്കെ പറയുമ്പോ ആരാണ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നത്? അതിന് ധൈര്യവും ഇച്ഛാശക്തിയും കരുത്തുമുള്ള ഗവൺമെന്റ് ഏതാണ്? BJP കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. 50 രൂപയ്ക്ക് താഴെ പെട്രോളും ഡീസലും കിട്ടും, ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വരുമെന്നും പറഞ്ഞ് കുറെ വാഗ്ദാനങ്ങൾ നമ്മൾ കണ്ടതാ. അതുകൊണ്ട് പ്രകടന പത്രികയിൽ ആത്മാർത്ഥതയുള്ള മുന്നണി LDF ആണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് കഴിഞ്ഞ 2 തവണയും ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് ഈ തവണയും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അത് ചെയ്യാൻ, പൂർണ്ണമായി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ട്.